ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പോവുകയാണ്. രാവിലെ 5 മണിയായപ്പോഴും എഴുന്നേറ്റ് റെഡിയായി നിൽക്കുകയാണ് എൻ്റെ കൊച്ച്. അപ്പം നമ്മൾ മീൻസ് ഞാനും കണ്ണേട്ടനും അമ്മയും പിന്നെ നമ്മുടെ ഫ്രണ്ടുണ്ട് മാഹിനും സനുവും അവരുടെ ബേബിയും. നമ്മൾ ഇത്രയും പേരും കൂടെയാണ് പോകുന്നത്. റോഡ് ട്രിപ്പാണ്. പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം മൈസൂരും പിന്നെ ഊട്ടിയാണ്. ഒരു 3 അല്ലെങ്കിൽ ഒരു 4 days അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. സനുവും മാഹിനും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. സാധാരണ എവിടെയെങ്കിലും പോകാൻ വിളിച്ചാൽ എണീക്കാത്ത അമ്മയാണെന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിരിക്കുന്നു. നമ്മൾ 5:30 പറഞ്ഞു, 6 മണിക്ക് ഇറങ്ങാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാനിന്നലെ അത് തന്നെ സനുവിനോട് 3 ദിവസത്തേക്കുള്ള ട്രിപ്പാണ് പോകുന്നതെങ്കിലും ഞാൻ പോകുന്ന കണ്ട് ഏതാണ്ട് നാട് വിട്ടു പോകുന്ന പോലെ പോണേ. അതേപോലെ ലഗേജ് ഉണ്ടാവും. ഞാൻ എപ്പോഴും കുറച്ച് ഓവർ പാക്ക് ചെയ്യാറുണ്ട്. കുറച്ച് കൂടുതൽ സാധനം കരുതിയിരിക്കും, ഇനി എങ്ങാനും വേണമെങ്കിലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ എൻ്റെ ലഗേജ് കണ്ടിട്ട് അവർ കളിയാക്കിയതാണ്. നമുക്ക് മൈസൂരിലോട്ട് എറണാകുളത്ത് നിന്ന് ഓൾമോസ്റ്റ് ഒരു 9 മണിക്കൂറെങ്കിലും ഡ്രൈവ് ഉണ്ട്. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ബ്രേക്കൊക്കെ എടുക്കുമല്ലോ. അപ്പം ഒരു 10 മണിക്കൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വല്ല ബ്ലോക്ക് വല്ലതും കിട്ടുവാണെങ്കിൽ ഈ കണക്കൂട്ടലുകളെല്ലാം തെറ്റും. നമ്മൾ പാലക്കാട്, കോയമ്പത്തൂർ ആ ഒരു റൂട്ടാണ് എടുത്തേക്കുന്നത്. ഇവിടുത്തെ രാജാവിന്റെ അമ്മേനെ മുത്തശ്ശീനെ പണ്ട് എനിക്ക് തമിഴ്നാട്ടിൽ നമ്മൾ പോകുന്ന വഴിക്ക് കോയമ്പത്തൂർ എത്തിയപ്പോൾ കുറച്ച് ഭംഗിയുള്ള ഒരു വാക്ക് വേ പോലത്തെ ഒരു സ്ഥലം കണ്ടു. എനിക്കത് ഏതാ സ്ഥലമൊന്നും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് മാഹിൻ ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത ഒരു കഥ ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കഥ എൻ്റെ ഈ വീഡിയോയിൽ പറഞ്ഞാൽ എനിക്ക് അടി കിട്ടുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച കണ്ടു. ഏതോ അമ്പലത്തിലെ പരിപാടിയാണ്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഞാൻ ഗരുഡൻ തൂക്കം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഹൈറ്റിൽ ഒരു മനുഷ്യനെ ഇങ്ങനെ കെട്ടിത്തൂക്കി കൊണ്ടുപോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓരോ നാട്ടിലും ഓരോ വിശ്വാസമാണ്. ഏതായാലും ആ ടാങ്കർ ലോറി പോകുന്നുണ്ട് മുന്നേ. അതിനകത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് റോഡിലെ ചൂട് കുറയും. അപ്പം കാല് പൊള്ളില്ല. അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നേ. നമ്മൾ പാലക്കാട് കഴിഞ്ഞപ്പോൾ കഴിച്ചു. പക്ഷേ അത് ഒരുപാട് നേരത്തെ ആയതുകൊണ്ട് അമ്മിയൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം നമ്മളിവിടെ ഒരു ബ്രേക്ക് എടുത്തു. അമ്മയ്ക്ക് ഇവിടുന്ന് ഫുഡും എടുത്തു. നമ്മളൊക്കെ ഒരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. എത്രാമത്തെ വട്ടമാണ് മൈസൂർ പോണത്? ഇല്ല. കണ്ണേട്ടനോ? ഞാനിത് 3rd ടൈമാണ്. അപ്പം മൈസൂർ എക്സ്പീരിയൻസ്. നമ്മൾ പോകുന്ന വഴിക്കൊരു ഡാം കണ്ടേ. അപ്പം ഞാനത് ബാണാസുര ഡാം എന്നാണ് വായിച്ചത്. അതിൻ്റെ ബോർഡ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ശരിക്കും ബാണാസുര ഡാം അല്ല കേട്ടോ, അത് ഭവാനി സാഗർ ഡാമാണ്. നല്ല കട്ടപ്പൊരി വെയിലാണ്. ഞാൻ ബാണാസുര ഡാം എന്നാ പറഞ്ഞത്, പക്ഷെ അത് ഭവാനി സാഗർ ഡാമാണ്. ബാണാസുര ഡാം ഇവിടെയൊന്നും അല്ല അല്ലേ? അത് ഹസ്ബൻഡാ പറഞ്ഞ ഭവാനി സാഗർ എനിക്ക് പറഞ്ഞു. ഇവിടെ ചൂട് കൂടുതലാണല്ലോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഇവര് നല്ലോണം പണിയെടുക്കുന്നവരല്ലേ.
വെയിലത്ത് കിടന്ന് ദാഹിക്കുമ്പോ കുടിച്ചോളൂ. അതാ അവള് പറഞ്ഞത് ഇവിടെ ഉള്ളവർക്ക് ദാഹം കൂടുതലായിരിക്കില്ലേ. ഓഡിറ്റോറിയം വേണം സനു. എന്തെങ്കിലും പരിപാടി നടത്തണമെങ്കിൽ ഇവിടെ ഓസിന്റെ ബർത്ത്ഡേ ഇവിടെ എല്ലാവർക്കും ട്രിപ്പ് 2 വോൾവോ ബസ് വേണം കേട്ടോ. പണ്ടാണെങ്കിൽ ഒരു ഇന്നോവ കയറുന്ന പറഞ്ഞാ മതി. പിന്നെ ചെറിയ കേക്ക് എത്രയാണ്? 1/2 കിലോയുടെ കേക്കാ. ശരിയാണ്, വലിയൊരു ടൈഗർ. നമ്മൾ സത്യമംഗലം കാട് കേറിയോ? കാട് കേറി ഹൈ റേഞ്ചിലോട്ട് എത്താൻ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാടാണ് സത്യമംഗലം ഫോറസ്റ്റ്. അതായത് നമ്മുടെ വീരപ്പൻ്റെയൊക്കെ മെയിൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈ കാടിനുള്ളിൽ ഇരുന്നുകൊണ്ടായിരുന്നു. പുള്ളി ഇതുവഴി പോകുന്നവരെയൊക്കെ തട്ടിക്കൊണ്ട് പോകാറൊക്കെ ഉണ്ടായിരുന്നു അത്ര. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ബട്ടർഫ്ലൈസ്? ഈ വഴി മുഴുവൻ ബട്ടർഫ്ലൈസാണ്. നമ്മുടെ കാറിലൊക്കെ വന്ന് തട്ടിയിട്ട് പോകുന്നുണ്ട്. പിന്നെ കുറേ ചത്തൊക്കെ കിടപ്പുണ്ട് നിലത്ത്, വണ്ടി തട്ടിയിട്ടേ. ഒരു ഫോറസ്റ്റ് കയറിയ എല്ലാ വൈബും ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം. ഇവിടെ 3-4 ഞാൻ കണ്ടില്ല കേട്ടോ. പൊങ്ങി നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. അമ്മി 2-3 ഉറക്കം ഉറങ്ങി വീട്ടിട്ട് എത്തണില്ലല്ലോ. ഇച്ചിരി ഉണ്ടോ ഒരു മണിക്കൂർ കൂടെ. അയ്യോ വിശപ്പില്ല. വിശക്കണ്ട. എന്തൊക്കെ തിന്ന് വരുന്ന കാരണം തടയിട്ട് ഇപ്പൊ തട മെയിനായിട്ടുണ്ട്. അങ്ങനെ നീണ്ട ഒരു 10 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മൈസൂർ എത്തിയിരിക്കുകയാണ്. ഫുഡ് എവിടെ നിന്ന് കഴിക്കണം, എന്ത് ഫുഡ് കഴിക്കണം എന്നൊന്നും നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒന്ന് യൂട്യൂബ് നോക്കിയപ്പോൾ ഈ ഹനുമന്തു മെസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൻ്റെ പേര് കണ്ടു. അങ്ങനെ നേരെ അവിടേക്ക് കയറിയതാണ്. ചെറിയ കടയാണെങ്കിലും അവിടെ വന്നു പോകാത്ത കന്നഡ സെലിബ്രിറ്റീസ് ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. എനിക്കതിൽ ദർശനം മാത്രമാണ് കേട്ടോ മനസ്സിലായത്. കാരണം ഈ ഒരിടയ്ക്ക് ന്യൂസിലൊക്കെ ദർശനം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് മാത്രം. അല്ലാതെ എനിക്ക് കന്നഡ ആക്ടേഴ്സിനെ കുറിച്ചൊരു ധാരണയില്ല. അവിടുത്തെ സ്പെഷ്യൽ പുലാവാണെന്ന് അവർ പറഞ്ഞു. നമ്മളെല്ലാവരും ഇതുവരെ വെജ് പുലാവേ കഴിച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് എങ്ങനെ വരുമെന്ന് അറിയാത്തത് കൊണ്ട് എല്ലാം ഓരോ പ്ലേറ്റാണ് പറഞ്ഞു. ഒരു ചിക്കനും ഒരു മട്ടനും. സംഭവം വന്നപ്പോൾ ഇത് നമ്മുടെ ബിരിയാണിയും അല്ല എന്നാൽ പുലാവും അല്ല, വേറൊരു സാധനം. ഏകദേശം നമ്മുടെ മന്തിയുടെയൊക്കെ ഒരു അളിയനായിട്ട് വരുമെന്നാണ് തോന്നുന്നത്. പക്ഷെ എന്താണെങ്കിലും സംഭവം നല്ല ഗംഭീരമായിട്ടുണ്ട്. നമുക്ക് എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെയാണ് 2 പ്ലേറ്റും കൂടെ പറഞ്ഞത്. സാധാരണ എനിക്കങ്ങനെ മട്ടൺ ഐറ്റംസ് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ്. പക്ഷേ എനിക്ക് ഇതിനകത്ത് മട്ടൺ പുലാവാണ് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ മൈസൂർ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഹനുമന്തു മെസ് നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ ഉണ്ടാവണം. നിങ്ങൾ ഈ വന്നിട്ട് മട്ടൺ പുലാവ് ട്രൈ ചെയ്ത് നോക്കണം, ചിക്കൻ പുലാവും ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്തത് മട്ടൺ പുലാവ്. ഞാൻ കണ്ടുപിടിച്ച ഫുഡ് സ്പോട്ടിനെ കുറിച്ച് അഭിപ്രായം പറയാം. എന്നെ പുകഴ്ത്തി പറയങ്ങട്. സ്ഥലം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം 2 മേടിച്ചത് ഞങ്ങള്, പക്ഷെ രണ്ടാമത് പിന്നെ 2 കൂടി മേടിക്കേണ്ടി വന്നു. കാരണം നമുക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള പോർഷൻ തന്നെയാണ് ഒരു പ്ലേറ്റിൽ അവര്. അത് എന്ത് ഇലയായിരുന്നു ആക്ച്വലി? പട്ടേലല്ല, അത് കൊറേ ചെറിയ ഇലകള് മറ്റേ ഇത് വെച്ച് ചെറിയ ഒരുപാട് ദൂരങ്ങൾ അങ്ങനെ തുന്നിച്ചേർത്തുണ്ടാക്കിയല്ലേ. എന്റെ പൊന്നിസനെ അതെ. അല്ല, ഞാൻ ആദ്യം വിചാരിച്ച താമരയിലാണ് ആദ്യം ഒറ്റ ലുക്കില് കണ്ടത്. പക്ഷെ അല്ല, അതെ റൈസ് മന്തി അല്ല ആക്ച്വലി, ബിരിയാണിയും അല്ല, പുലാവ്, മട്ടൻ പുലാവ്, ചിക്കൻ പുലാവ് നല്ലതായിരുന്നു. നല്ല രസമാണ് പള്ളിയിലാണല്ലോ. അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ് ഫൈനലി. നമ്മൾ ആക്ച്വലി മൈസൂർ പാലസ് പോയി കാണണം എന്ന ഒരു പ്ലാനിലായിരുന്നു അവിടുന്ന് പുറപ്പെട്ടത്. പക്ഷെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും 5 മണി 6 മണിയായിരുന്നു. ഇപ്പോൾ അവിടെ എൻട്രി ടൈം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മൾ എന്താ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് ചാമുണ്ടി ഹിൽസ് വരെയൊക്കെ ഒന്ന് പോവാം. അതേപോലെ ഇവിടെ
ലോക്കലി കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി ഒന്ന് തിരിച്ച് നടക്കാം. അതാണ് നമ്മുടെ പ്ലാൻ. ഇനി നമ്മൾ നാളെ രാവിലെ എന്തെങ്കിലും സൈറ്റ് സീയിങ് ആയിട്ടൊക്കെ പോകത്തുള്ളൂ. റൂം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ 2 റൂമാണ്. ഇന്നൊരു നൈറ്റ് മാത്രം സ്റ്റേ ചെയ്ത് നമ്മൾ വെക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ആയത് കാരണം ചെറിയൊരു റൂം ടൂറായിട്ട് കാണിക്കാൻ അങ്ങനെ സെറ്റപ്പൊന്നുമില്ല. ഇവിടെ 2 ചെയറുണ്ടാവും, TV ഉണ്ടാവും, ബെഡ്, ഇവിടെ ചെറിയൊരു മിററുണ്ട്, കബേർഡുണ്ട് ഡ്രസ്സ് വയ്ക്കാനൊക്കെ ആയിട്ട്, പിന്നെ അത് ബാത്റൂം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഒന്ന് ഫ്രഷപ്പ് ആവട്ടെ. അവർ റെഡി ആവണേ ഉള്ള മീൻ. നമ്മൾ റെഡിയായി, ഇനി അവർ റെഡിയായി. റെഡിയായി. ഇന്ന് നമ്മൾ മാഹിനും സനുവിനും വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. നമ്മൾ എവിടെയാണ് പോകുന്നത്? ചാമുണ്ഡി ഹിൽസിൽ പോയാൽ അമ്പലത്തിൽ കയറാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് അവിടെ നിന്നുള്ള സിറ്റി വ്യൂ രാത്രി കാണാൻ ഭയങ്കര ഭംഗിയാണെന്നാണ് പറയുന്നത്. അപ്പം അത് പോയി കാണാം. എന്നിട്ട് ഇവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ചുമ്മാ നമുക്ക് ലോക്കൽ മാർക്കറ്റിലൊക്കെ പോയി കറങ്ങി നടക്കാം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ദേവരാജ മാർക്കറ്റ്. നമ്മളിവിടെ പോകാൻ ഉദ്ദേശിച്ചായിരുന്നു, പക്ഷേ നമ്മൾ ആദ്യം ചാമുണ്ഡി പോകാം എന്നാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും കടയൊക്കെ അടയ്ക്കാൻ സമയമായി. അപ്പം നമ്മൾ ധൃതി പിടിച്ച് വെറുതെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നാളെ സമാധാനത്തിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആദ്യം ചാമുണ്ഡിയിലോട്ട് പോകും. അവിടെ ചെന്നപ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. അപ്പം നമ്മൾ വഴിയിൽ വണ്ടി ഒതുക്കിയിട്ടൊരു 500 മീറ്റർ അത്രയും നമ്മൾ നടന്നു പോകുമ്പോഴേക്കും ഞാൻ ഈ ഒരു പുള്ളിയുടെ സ്റ്റാച്ചു ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം പണ്ട് കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടാവും. നോൺ വെജ് ഒക്കെ കഴിച്ചിട്ടുള്ളത് കൊണ്ട് കണ്ണേട്ടനും അമ്പലത്തിൽ കയറിയില്ല. പക്ഷെ എനിക്ക് ഈ ദേവി കൊടുത്ത പട്ടുസാരി അവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് അമ്പലത്തിൻ്റെ പുറത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു സ്റ്റോൾ ഉണ്ടോ എന്ന് നോക്കി നമ്മൾ കുറച്ച് നടന്നു, പക്ഷെ കിട്ടിയില്ല. അമ്പലത്തിൻ്റെ അകത്താണ് അതുള്ളത്. അപ്പോൾ ഇതാണ് ചാമുണ്ഡി ഹിൽസിൽ നിന്നുള്ള മൈസൂർ സിറ്റിയുടെ വ്യൂ. എൻ്റയർ സിറ്റി നമുക്ക് കാണാം. ആ ബ്രൈറ്റൻ അപ്പായിട്ട് കാണുന്ന സ്ഥലം വേറെ ഒന്നുമല്ല, മൈസൂർ പാലസ് തന്നെയാണ്. മൈസൂർ പാലസ് അറിയാലോ, ദസറ ഫെസ്റ്റിവലിനാണ് ഏറ്റവും ഭംഗിയായിട്ട് എല്ലാ ലൈറ്റ്സും ഇട്ട് ലിറ്റപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതല്ലാതെ വീക്കെൻഡ്സിലും വീക്ക് ഡേയ്സിലും പെർട്ടിക്കുലർ ടൈമിൽ വൈകുന്നേരം 7:30 ആ ടൈം എന്താ നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. അത് അപ്പോഴും ഫുൾ ലിറ്റപ്പായിട്ട് കാണാൻ പറ്റും. നമുക്ക് ആ ടൈമിൽ ഇപ്രാവശ്യം എത്താൻ പറ്റിയിട്ടില്ല. സോ നിങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. നെക്സ്റ്റ് ടൈം എനിക്ക് മൈസൂർ പോവുകയാണെങ്കിൽ ഞാൻ പാലസ് ലിറ്റപ്പായത് കാണും. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് നേരം അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് അവിടെ ഇരുന്ന് കാരാപ്പൊരിയൊക്കെ കഴിച്ചു തിരിച്ച് നമ്മൾ പോയിരുന്നു. നമ്മൾ ചാമുണ്ഡിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഫുൾ സിറ്റി നമുക്ക് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ എവിടെയോ സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് ഫുള്ളി ലിറ്റപ്പായിട്ട് ഒന്ന് കണ്ടു. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പിന്നെ ഞാൻ നോക്കിയിട്ട് എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ പോയത് പാലസിൻ്റെ അടുത്തോട്ടാണ്. ശരിക്കും ഒത്തിരി രാത്രിയായി കേട്ടോ, അപ്പോഴത്തേക്കും തിരക്കൊക്കെ ഒഴിഞ്ഞു. എന്നാലും നമുക്ക് ഒന്ന് കറങ്ങി നടക്കാം എന്ന പോലെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്നപ്പോൾ അവിടെ ഇങ്ങനത്തെ കുതിരവണ്ടികളുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പോകുന്ന കാണാൻ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട്. പക്ഷേ അതിനകത്ത് റൈഡ് എടുക്കുന്നത് അത്ര ഫീസിബിൾ ആണെന്ന് എനിക്ക് തോന്നിയില്ല. ചിന്ന വണ്ടിക്ക് എത്ര പറഞ്ഞു? ചിന്ന വണ്ടിയല്ല, ചിന്ന റൈഡ്. ഫുൾ സിറ്റി കറങ്ങുന്നതിന് 1200. ആ ഓക്കെ, ചിന്ന റൈഡ് കറങ്ങി വരുന്നതിന് 700 കുതിര വണ്ടിക്ക്. ഓക്കെ, നമ്മൾ നാളെയാണ് പാലസ് കാണാൻ വെച്ചേക്കുന്നത്. പക്ഷെ രാത്രിത്തെ വ്യൂ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ആ സിറ്റി മുഴുവൻ കറങ്ങുന്നതിന് 1200. പാലസിന് മൊത്തം 3 ഗേറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണമാണിത്. എനിക്കിവിടെ നോക്കിയപ്പോൾ മറ്റേ ആനന്ദം ഫിലിമൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. ഞാനും കണ്ണേട്ടനും ഒരുമിച്ച് ആദ്യമായിട്ട് പോയി കാണുന്ന സിനിമ ആനന്ദമാണ്. അത് കല്യാണത്തിന് മുന്നേ. അപ്പോൾ എനിക്കിവിടെ നിന്നപ്പോൾ അതൊക്കെ ഇങ്ങനെ നൊസ്റ്റ് പഠിച്ചു. നമ്മൾ പാലസിൽ നിന്ന് വന്നിട്ട് കാറ് ഹോട്ടലിൻ്റെ പാർക്കിങ്ങിലിട്ടിട്ട് ഫുഡ് തപ്പി ഇറങ്ങിയതാണ്. നമ്മളെല്ലാവരും ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചതുകൊണ്ട്
ആർക്കും വിശപ്പൊന്നുമില്ല. പക്ഷെ കടകളൊക്കെ അടച്ചു തുടങ്ങിയപ്പം ഭക്ഷണം എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ട് റൂമിൽ പോയി കഴിക്കാം എന്നുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മളൊരു നോൺ വെജ് ഹോട്ടൽ കണ്ടെത്തി. അപ്പോൾ അവിടെയും ക്ലോസിങ് ടൈമൊക്കെ ആവാറായി. അപ്പോൾ അവർ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു ഫുഡിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ഐസ്ക്രീമിൻ്റെ ഷോപ്പ് കണ്ട്. നമ്മൾ അരുൺ ഐസ്ക്രീം എന്നൊക്കെ പറയുന്ന പോലെ ഹാംവോർ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്. അവിടുന്ന് കഴിച്ച കുൽഫി ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും അടിപൊളി കുൽഫിയാണ് കേട്ടോ. അയ്യോ, വിജനമായ മൈസൂർ തെരുവിലൂടെ മായിന്റെ ഭാര്യ ഉറങ്ങി. അതെ, ഫുഡ് എല്ലാ ഐറ്റം എന്തോ സംഭവം. നമുക്ക് പാഴ്സലിനൊപ്പം അവർ 4 ഇലയൊക്കെ തന്നെങ്കിലും ഈ പൊറോട്ട അടിച്ച ആളെ നമുക്ക് നാട്ടിൽ കൊണ്ടുവന്ന് പൊറോട്ട അടിക്കുന്നത് എങ്ങനെയാണെന്ന് അടിച്ച് പഠിപ്പിക്കണം എന്ന് എനിക്ക് തോന്നി. അത്രയും ശോകമായിരുന്നു. പുതിയ കണ്ണാടിയൊക്കെ മേടിച്ചിട്ടിരിക്കുക. അപ്പോൾ നമ്മളിന്ന് ഡേ 2 ഓഫ് മൈസൂരാണ്. നമ്മൾ രാവിലെ പാലസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മൈസൂർ ഗീ ദോശ ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അത് കഴിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെന്താ, നമ്മൾ റൂമെടുത്ത സ്ഥലത്തിൻ്റെ പേര് എന്താണ് കേട്ടോ? ദേവരാജ, ഞാൻ പറയാവേ, ദേവരാജ മൊഹല്ല. നമ്മൾ റൂം എടുത്തേക്കുന്ന സ്ഥലം ദേവരാജ മൊഹല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. മൈസൂർ സിറ്റി സെൻറ്റർ തന്നെയാണ്. എല്ലാ സാധനങ്ങളും കിട്ടും. ഇനി ഈ പറഞ്ഞ കണക്ക് ഓരോ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചെറിയ ചെറിയ ഇടവഴികളാണ്. അപ്പം നമുക്കൊരു സ്ഥലത്ത് കറങ്ങി തിരിഞ്ഞ് നമ്മൾ വീണ്ടും മറ്റേ സ്ഥലത്ത് തന്നെ എത്തും. നമ്മൾ ഇവിടെ കടകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഹോട്ടലിൽ മെനു കാർഡൊന്നുമില്ല. ഫ്ലഫി ദോശ ആൻഡ് ഇഡ്ഡലി എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഇഡ്ഡലി ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള ഓപ്ഷൻ പോലും നമുക്കില്ലായിരുന്നു. നമ്മൾ ചെന്നിരുന്ന ഉടനെ അവർ പടപട്ടയെന്നും പറഞ്ഞ് പ്ലേറ്റ് വെച്ചു, ദോശ വെച്ചു, ചായ കോഫി വേറെ ഒന്നുമില്ല. ഓർഡർ ഒന്നും എടുത്തില്ല, വന്ന് പ്ലേറ്റ് വെച്ചു, ദോശ ഒറ്റ ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോരോ ആൾക്കാരാണെന്ന് ഇതിൻ്റെ മുമ്പിൽ കിടന്ന് ഇടി കൂടുന്നത്. നമ്മളിവിടെ വന്നപ്പം ഒരു 12 മണിയായി ഉച്ചയ്ക്ക്. ആ സമയത്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. എന്നിട്ടും നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. എന്റെ ദോശ നശിപ്പിച്ച ഇത് ഉഴുന്നുമാവൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ എന്തോ അപ്പം ഇവിടെ ഉണ്ടല്ലോ, ഏത് ചെറിയ കടയിൽ പോയാലും അവിടെ വന്നിട്ടുള്ള ഫിലിം സ്റ്റാർസിന്റെ ഒക്കെ ഫോട്ടോ ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുമരിൽ തൂക്കാൻ സ്ഥലം ഇല്ലാഞ്ഞിട്ട് ഇത് താഴെ നിരത്തിയും വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ കടയിൽ ചായയും കാപ്പിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ തൊട്ടിപ്പുറത്തൊരു കടയിൽ വന്നിട്ട് ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ പാലസിലോട്ട് വന്നു. അമ്മയുടെ ഇന്നത്തെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ മൈസൂർ പാലസിൽ വരുന്നത് 3ാമത്തെ തവണയാണ്. പക്ഷെ എനിക്ക് മുൻപ് എങ്ങും ഇല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ഇപ്പൊ തോന്നുന്നുണ്ട്. കാരണം ഇതിന് മുന്നേ വന്നതെന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ നമുക്ക് ടൂർ വരുമല്ലോ, അങ്ങനെ വന്ന് കണ്ടതാ. അപ്പൊ അന്നൊക്കെ ഞാനൊരു എക്സിബിഷൻ കാണുന്ന ലാഘവത്തോടെ വന്ന് കണ്ടങ്ങ് പോയതാ. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം പാലസിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതെന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഇപ്പോൾ ഉണ്ട്. നമുക്ക് അതിനുള്ളിലോട്ട് കയറണമെങ്കിൽ നമുക്ക് ചെരുപ്പൊന്നും ഇട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ മുന്നിൽ കുറെ കൗണ്ടറുകളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചാക്ക് അവർ തരും. ആ ചാക്കിനുള്ളിൽ നമ്മൾ നമ്മുടെ ഷൂസൊക്കെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ പുറത്തൊരു നമ്പർ എഴുതിയിട്ടുണ്ട്. ആ നമ്പർ നമ്മൾ മറക്കാൻ പാടില്ല. കാരണം തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഈ നമ്പർ പറയുമ്പോഴാണ് അവർ നമുക്ക് ആ കവർ തിരിച്ചു തരുന്നത്. ഇന്നാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. അത് കാരണം ഒരു പീസ് ആൻഡ് കാം അറ്റ്മോസ്ഫിയർ ആ സാധനം ഉണ്ടായിരുന്നില്ല. രാജാവ് ഉപയോഗിച്ച കൊതുക് വലയാണെന്ന്
14th സെഞ്ച്വറിയിലാണ് വോഡിയാർ അല്ലെങ്കിൽ വാദിയാർ ഡിനസ്റ്റി റൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പാലസ് ആയിരുന്നു അംബവിലാസ് പാലസ് അഥവാ ഇപ്പോൾ അറിയപ്പെടുന്ന പോലെ മൈസൂർ പാലസ്. ആദ്യത്തെ പാലസ് കംപ്ലീറ്റ് ഒരു വുഡൻ സ്ട്രക്ചർ ആയിരുന്നു. പിന്നീട് വന്ന ഓരോ റൂളിംഗ് കിങ്സും അവരുടേതായ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ടിപ്പു സുൽത്താനും ഈ പാലസ് അടക്കി പിടിച്ചു കഴിഞ്ഞപ്പം പുള്ളിയുടേതായ രീതിയിലുള്ള കൺസ്ട്രക്ഷനും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 1897 അന്നത്തെ പ്രിൻസസ് ജയലക്ഷം മണി പുള്ളിക്കാരത്തിയുടെ കല്യാണ പരിപാടിക്കിടയിൽ ഒരു തീപിടുത്തം ഉണ്ടാവുകയും ഓൾമോസ്റ്റ് ആ ഒരു പഴയ കൊട്ടാരം മുഴുവൻ കത്തിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയ പാലസ് ഫുൾ തടിയിലായതുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായപ്പോൾ മുഴുവൻ കത്തി നശിച്ചു പോയത് എന്നുള്ളത് കൊണ്ട് അന്നത്തെ റൂളിംഗ് കിങ് കൃഷ്ണരാജ വോഡയാർ IV പുള്ളി ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്റ്റിനെയാണ് പുതിയ ഒരു പാലസ് പണിയാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള പാലസ് വേണം എന്നുള്ളത്. ആ ആർക്കിടെക്റ്റിന്റെ പേരാണ് ഹെൻറി ആർവിൻ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കാണുന്ന മൈസൂർ പാലസിന് ഒരു ഹിന്ദു, മുഗൾ, രാജ്പുട്ട്, യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എല്ലാം ഉണ്ട്. പബ്ലിക്കിന് ഒട്ടും ആക്സസ് ഇല്ലാത്ത രീതിയിൽ മൈസൂർ പാലസിന്റെ ഒരു പോർഷൻ ഉണ്ട്. അവിടെയാണ് മൈസൂർ റോയൽ ഫാമിലി ഇപ്പോഴും താമസിക്കുന്നത്. അങ്ങനെ പാലസ് കണ്ടിറങ്ങി നമ്മൾ. ഇതോടുകൂടി ഇന്നത്തെ എൻ്റെ ഹിസ്റ്ററി ക്ലാസ്സും അവസാനിച്ചിരിക്കുന്നു. പാലസ് കണ്ടിറങ്ങിയപ്പോഴത്തേക്കും അമ്മയും ഉറങ്ങിപ്പോയിട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഒരു ചാക്ക് ചെരുപ്പ് അവിടെ ഏൽപ്പിച്ചത് തിരിച്ച് വാങ്ങിക്കാം. സ്നേഹനിധിയായ ഭർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നു പോസിൽ. ഇവിടെ വരെ വന്നിട്ട് പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാതെ പോകുന്നത് മോശമല്ലേ? നമ്മൾ സൈഡിൽ കൂടെ ഉള്ള എൻട്രൻസ് വഴിയാണ് കയറിയത്. അപ്പം ഫ്രണ്ട് വ്യൂ നല്ലോണം കണ്ടില്ല. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ. നമ്മളിപ്പോൾ പാലസ് കണ്ടിറങ്ങി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ദേവരാജ മാർക്കറ്റ് ഉണ്ട് ഇവിടെ. അവിടെ പോയി എന്തെങ്കിലും സാധനങ്ങൾ മൈസൂർ പാക്ക് മേടിക്കണം. അവിടെ എന്താ പേര് പറഞ്ഞ ഗുരു അല്ലേ? ഗുരു സ്വീറ്റ്സ് ആണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആൻഡ് പണ്ട് കാലം മുതലേ മൈസൂർ പാക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ പോയി മൈസൂർ പാക്ക് മേടിക്കണം. അത് ഇമ്പോർട്ടൻറ്റ് ചെക്ക് ലിസ്റ്റിലുള്ള സാധനമാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ അപ്പോൾ നമുക്ക് അവിടെ ആക്ച്വലി ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. പാർക്കിംഗ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ തന്നെ വണ്ടി ഇട്ടിട്ട് യൂബറിന് പോയാലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പോയി നോക്കാം. നമ്മൾ യൂബറിന് പോകാനായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്ലാനെങ്കിലും നമ്മളത് ഉപേക്ഷിച്ചു. കാരണം നമ്മൾ കാറ് കൊണ്ട് പോയി നോക്കി. അപ്പോൾ നമുക്ക് കുറച്ച് അടുത്തായിട്ട് പാർക്കിംഗ് കിട്ടി. പക്ഷേ ദേവരാജ മാർക്കറ്റ് എക്സ്പ്ലോറേഷൻ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. അവിടെ കുറേ കൂടെ ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴം, പച്ചക്കറി, പൂക്കൾ അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങളാണ് കൂടുതലും. പിന്നെ ഡ്രസ്സും ചെരുപ്പും അങ്ങനത്തെയൊക്കെ കടകളുണ്ടെങ്കിലും എനിക്ക് അതിനേക്കാൾ ഫാർ ബെറ്റർ നമ്മുടെ എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അല്ലാതെ ഗുരു സ്വീറ്റ്സിൽ വന്ന നമ്മൾ മൈസൂർ പാക്ക് വാങ്ങിച്ചു. അതല്ലാതെ പിന്നെ ഞാൻ അമ്മയ്ക്കൊരു ബാഗ് ഇവിടുന്ന് വാങ്ങിച്ചായിരുന്നു. അത് എന്നോട് 500 രൂപ പറഞ്ഞിട്ട് ഞാനത് 250 രൂപയ്ക്ക് വാങ്ങി. പക്ഷെ ശരിക്കും കുറച്ചും കൂടെ ബെറ്റർ പ്രൈസിന് കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റിയിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയാനേന്ന് എനിക്ക് തോന്നി. ഭയങ്കര ബാർഗെയിനിങ് ചെയ്യണം നമ്മളവിടെ പോയി കഴിഞ്ഞാൽ. നമ്മൾ ടൂറിസ്റ്റുകളാണെന്ന് കാണുമ്പോൾ തന്നെ അവർ റേറ്റ് ഇരട്ടി അങ്ങ് പറയും. ഇവിടുത്തെ ലോക്കൽ ആൾക്കാരോട് അത്ര റേറ്റ് ഒന്നും പറയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ടൂറിസ്റ്റുകളെ കാണുമ്പോഴാണ് റേറ്റ് കൂട്ടി പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമായി നമ്മൾ മൈസൂർ വിടുവാണ്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ഊട്ടിക്ക് പോവുകയാണ്. നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും രാത്രിയാവും. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഇതായിരിക്കും. ടാറ്റാ, ബൈ.